സിനിമയിൽ നിലനിൽക്കാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞത് സിനിമ എന്നത് ഭാഗ്യമാണ്. തന്നെക്കാൾ കഴിവുള്ളവർ ചുറ്റുമുണ്ട്, പക്ഷേ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. അതെ, സിനിമ ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ കളരിയാണ്. ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ കളരിയിൽ വീണുടഞ്ഞു പോയ ഒരു നടനാണ് ശ്രീനാഥ്. തൃശ്ശൂരിൽ ജനിച്ച ശ്രീനാഥ് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ സ്കൂൾ ഓഫ് ആക്ടിങ്ങിൽ നിന്ന് നടനത്തിൽ ഡിപ്ലോമ എടുത്ത ശ്രീനാഥ് മലയാളത്തിലും തമിഴിലും ഹിറ്റുകൾ കൊടുത്ത ശ്രീനാഥ് ഒടുവിൽ ജീവിതം എറിഞ്ഞുടച്ചു കളഞ്ഞ ശ്രീനാഥ്. അങ്ങനെ വേണം ശ്രീനാഥിനെ പറയാൻ. സിനിമാ കേരള ശ്രീനാഥിൻ്റെ കഥ പറയാം. ശ്രീനാഥ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെ. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കലിക എന്ന ചിത്രത്തിൽ നായക തുല്യ വേഷത്തിൽ ശ്രീനാഥ് എത്തി. സുകുമാരനും ബാലങ്ക നായരും ഒക്കെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. കലികയിൽ സതൻ എന്ന കഥാപാത്രമായാണ് ശ്രീനാഥ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഇത് ഞങ്ങളുടെ കഥ, വിസ, സന്ധ്യമയങ്ങും നേരം, ഈണം തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി. ഈ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായി മാറി. അക്കാലത്ത് സിനിമാ പ്രേമികളെ രസിപ്പിച്ച, അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടമായ ജോഡികളായിരുന്നു ശ്രീനാഥും ശാന്തി കൃഷ്ണയും. ഇത് ഞങ്ങളുടെ കഥ, വിസ, ഈണം തുടങ്ങിയ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു. അതിനുശേഷം ഇരുവരും പ്രണയത്തിലായി. 1984 ശാന്തി കൃഷ്ണയെ ശ്രീനാഥ് വിവാഹം കഴിച്ചു. ശ്രീനാഥുമായുള്ള വിവാഹശേഷം സിനിമാ അഭിനയത്തോട് താൽക്കാലികമായി വിട പറഞ്ഞു ശാന്തി കൃഷ്ണ. പിന്നീട് 1995 ഇരുവരും വേർപിരിഞ്ഞു. അതേപ്പറ്റി ശാന്തി കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെ: പെട്ടെന്ന് മൂഡ് ആകുന്ന സ്വഭാവം ശ്രീനാഥിന് ഉണ്ടായിരുന്നു. സിനിമയിൽ നായകനായി തിളങ്ങി നിന്ന ശ്രീനാഥിന് പിന്നെ സൈഡ് റോളുകളിൽ ഒതുങ്ങേണ്ടി വന്നു. സൈഡ് റോളുകളും ലഭിക്കാതായപ്പോൾ സീരിയലുകളിൽ അഭയം തേടേണ്ടി വന്നു. അങ്ങനെ ഡിപ്രഷൻ ശ്രീനാഥിനെ ബാധിച്ചു. മദ്യപിക്കുമ്പോൾ ഡിപ്രഷൻ കൂടി ശാന്തി കൃഷ്ണയെ ഉപദ്രവിച്ചു. ഒടുവിൽ ശാന്തി കൃഷ്ണ ആ വിവാഹബന്ധം വേർപെടുത്തി. അതിനുശേഷം ലതയെ ശ്രീനാഥ് വിവാഹം കഴിച്ചു. ശ്രീനാഥ് പിന്നീട് സീരിയലുകളിൽ ശ്രദ്ധേയനായി. തപസ്യയിൽ തുടങ്ങിയ തപസ്യയിലാണ് ആദ്യമായി അദ്ദേഹം അഭിനയിച്ചത്, തപസ്യ എന്ന സീരിയലിൽ. പിന്നീട് എൻ്റെ മാനസപുത്രിയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടതാരമായി മാറി. ശ്രീനാഥിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു മോഹൻലാൽ. ശ്രീനാഥ് സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഒരു വലിയ വീട് വട്ടിയൂർക്കാവിൽ വെച്ചു, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ. ആ വീടിൻ്റെ ബാധ്യത തീർക്കാൻ വീണ്ടും സിനിമാ അഭിനയത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീനാഥ് തിരിച്ചറിഞ്ഞു. അവിടെ മോഹൻലാൽ ഒരു കൈ സഹായവുമായി എത്തി. കിരീടം, മൂന്നാം മുറ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ, തൻ്റെ ചിത്രങ്ങളിലെല്ലാം, കിരീടം, ചെങ്കോൽ, മൂന്നാം മുറ തുടങ്ങി തൻ്റെ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ റോൾ ശ്രീനാഥിന് കൊടുക്കാൻ മോഹൻലാൽ താല്പര്യപ്പെട്ടിരുന്നു. അങ്ങനെ ശിക്കാർ എന്ന സിനിമയിൽ ശ്രീനാഥിന് മോഹൻലാലുമൊത്ത് ഉടനീളമുള്ള ഒരു വേഷം കൊടുത്തു മോഹൻലാൽ. പക്ഷേ ശ്രീനാഥിന് പ്രശ്നമുണ്ടായിരുന്നു. മദ്യപിച്ചാൽ അലംഭാഗം ശ്രീനാഥ്. ശിക്കാറിൻ്റെ ഷൂട്ടിങ്ങിന് കോതമംഗലത്ത് എത്തി ശ്രീനാഥ്. അവിടുത്തെ ഹോട്ടലിൽ ശിക്കാറിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രീനാഥിന് റൂം എടുത്തു കൊടുത്തു. ശ്രീനാഥ് മദ്യപിച്ച് അലമ്പായി. ഹോട്ടൽ ജീവനക്കാരെ തെറി പറഞ്ഞു. ഹോട്ടൽ ജീവനക്കാർ റൂം വെക്കേറ്റ് ചെയ്യാൻ ശ്രീനാഥിനോട് ആവശ്യപ്പെട്ടു. സംഭവം ഷൂട്ടിംഗ് സെറ്റിൽ അറിഞ്ഞു. അവർ ശ്രീനാഥിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. ശ്രീനാഥിനോട് അവർ പറഞ്ഞു, മടങ്ങിപ്പോയിക്കോളൂ, അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആവുമ്പോൾ വിളിക്കാം. തന്നെ ഒഴിവാക്കുകയാണെന്ന് ശ്രീനാഥ് തിരിച്ചറിഞ്ഞു. ഒരു ഭാഗത്ത് വീട് വെച്ചതിൻ്റെ ബാധ്യത, മറുഭാഗത്ത് ആ സീരിയലും കളഞ്ഞ് സിനിമയിലെത്തിയതിൻ്റെ ദുഃഖം, ഇതെല്ലാം കൂടി വേട്ടയാടിയപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു. 2010 ഏപ്രിൽ 23 ശ്രീനാഥ് ആത്മഹത്യ ചെയ്തത്. വല്ലാത്തൊരു ജീവിതം. സുന്ദരനായിരുന്നു ശ്രീനാഥ്. മലയാള സിനിമ കണ്ട സൗന്ദര്യമുള്ള മുഖങ്ങളിൽ ഒന്ന്. എല്ലാ വേഷങ്ങളും ചെയ്യാൻ ശ്രീനാഥിന് കഴിയുമായിരുന്നു.
പ്രണയവേഷങ്ങളും പോലീസ് വേഷങ്ങളും ഒക്കെ അവിസ്മരണീയമാക്കി ശ്രീനാഥ്. മുഖം കൊണ്ട് ഭാവാഭിനയത്തിൽ ശ്രീനാഥ് ശ്രദ്ധേയനായിരുന്നു. കിരീടത്തിൽ മോഹൻലാലിൻ്റെ സുഹൃത്തായി അദ്ദേഹം വേഷമിട്ടു. ഒരു സി ബി ഐ ഡയറക്കുറിപ്പിൽ മദ്യപനായ ഭർത്താവായി വേഷമിട്ടു. മൂന്നാം മുറയിൽ പോലീസായി വേഷമിട്ടു. വിസ തട്ടിപ്പിനിരയാകുന്ന തൊഴിൽ രഹിതനായ യുവാവിൻ്റെ ധർമ്മസങ്കടങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഇത് ഞങ്ങളുടെ കഥയിൽ രോഗിയായ നായികയെ പ്രണയിക്കുന്ന പ്രണയാതുരനായ കാമുകനായി ശ്രീനാഥ് തകർത്ത് അഭിനയിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങൾ ഒരു കാലത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ ശ്രീനാഥ് കോറിയിട്ടു. അതായിരുന്നു ശ്രീനാഥിൻ്റെ പ്രത്യേകത. അനായാസമായ അഭിനയം അത് ശ്രീനാഥിന് ഉണ്ടായിരുന്നു. ഭാഗ്യം ശ്രീനാഥിനെ തുണച്ചില്ല. ഭാഗ്യത്തെക്കാൾ ഉപരി മദ്യപാനം ശ്രീനാഥിനെ തകർത്തു എന്ന് പറയുന്നതാകും ശരി. എൻ്റെ മാനസപുത്രി എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം മദ്യാസക്തിയിൽ നിന്ന് മോചിതനാകാൻ ശ്രമിച്ചിരുന്നു. സീരിയലിൽ കൃത്യസമയത്ത് എത്തുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സീരിയലിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട് വെച്ചതിന് പലരിൽ നിന്നും അദ്ദേഹം വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ വീട് വെച്ചതിൻ്റെ പലിശ കൊടുക്കാൻ കഴിയാതെ വന്നു. അപ്പോഴും മോഹൻലാൽ താങ്ങായി നിന്നു തൻ്റെ സുഹൃത്തിന്. പക്ഷേ ശിക്കാറിൻ്റെ സെറ്റിൽ ശ്രീനാഥ് അലമ്പായപ്പോൾ അവർക്ക് പറഞ്ഞയക്കേണ്ടി വന്നു. അവർ പറഞ്ഞയക്കുമ്പോൾ പുറത്ത് ശൂന്യത മാത്രം. കാരണം എൻ്റെ മാനസപുത്രി എന്ന സീരിയലിൽ നിന്ന് ശ്രീനാഥ് അതിനകം വിട പറഞ്ഞിരുന്നു. ആ സീരിയലുകാർ പുതിയ തലത്തിലേക്ക് കഥയെ കൊണ്ടുപോവുകയും ചെയ്തു. തിരിച്ചു ചെന്നാൽ അഭിനയിക്കാൻ റോളില്ല. അതായിരുന്നു ശ്രീനാഥിൻ്റെ ധർമ്മസങ്കടം. ഹോട്ടൽ ജീവനക്കാർ അന്ന് പറഞ്ഞത്, ശ്രീനാഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാർ അന്ന് പറഞ്ഞത് ശ്രീനാഥും 2-3 സുഹൃത്തുക്കളും മദ്യപിച്ച് അലമ്പാക്കി എന്നാണ്. മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കി എന്നാണ്. ശ്രീനാഥ് രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു. ശിവസേനയുടെ നേതാവായിരുന്നു അദ്ദേഹം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. വോട്ടൊന്നും പിടിച്ചില്ലെങ്കിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുടനീളം ശ്രീനാഥിൻ്റെ പോസ്റ്ററുകൾ ശിവസേനക്കാർ ഒട്ടിച്ചു. അങ്ങനെ രാഷ്ട്രീയമായും ശ്രീനാഥ് വളർന്നു വരാൻ ശ്രമിച്ചെങ്കിലും അവിടെയും തെറ്റായ ഒരു തീരുമാനമായിരുന്നു ശ്രീനാഥ് എടുത്തത്. ശിവസേന എന്ന പാർട്ടിക്ക് കേരളത്തിൽ വളരാനൊന്നും സാധിക്കില്ല. അത് ശ്രീനാഥിന് തിരിച്ചറിയാതെ പോയി. എന്തായാലും ശ്രീനാഥിൻ്റെ ജീവിതം പറയുമ്പോൾ ഒരു നടുക്കത്തോടെ അല്ലാതെ അത് പറയാൻ പറ്റില്ല. കാരണം എത്രമാത്രം വേഷങ്ങളാണ് സിനിമയിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചത്. പോലീസ് വേഷമായാലും, പ്രണയനായകനായാലും, ദുഃഖ കഥാപാത്രമായാലും, സുഹൃത്തായാലും ഒക്കെ പകർന്നാടി ശ്രീനാഥ്. പക്ഷേ മദ്യത്തിന് മുമ്പിൽ ശ്രീനാഥ് പതറിപ്പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണമായി മാറിയത്.